നമ്മൾ പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ നമ്മുടെ ബോഡിയിലെ വൈറ്റമിൻ മിനറൽസ് കുറയുന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കമന്റുകളാണ് എനിക്ക് വന്നത്. ബ്രോ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സ്റ്റഡി ഉണ്ടോ വൈറ്റമിൻ മിനറൽസ് കുറയുമെന്നതിനെക്കുറിച്ച്? അതുപോലെ തന്നെ ഡോക്ടേഴ്സും കാര്യങ്ങൾക്ക് ഇത് കൊടുക്കുന്നതല്ലേ? അങ്ങനെ ഒരുപാട് കമന്റുകൾ വന്നു. തീർച്ചയായിട്ടും ഇങ്ങനത്തെ കമന്റുകളാണ് എനിക്ക് വേണ്ടത്. അതിനുള്ള മറുപടി, പ്രോപ്പറായുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യും. നിങ്ങൾ വെറും പഠനങ്ങളും സ്റ്റഡി മാത്രം ഫോക്കസ് ചെയ്യാതെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഒരു പ്രോട്ടീൻ പൗഡർ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നത്, അതിന് എന്തൊക്കെ ആവശ്യങ്ങളാണ് വേണ്ടത് എന്നതിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു അമിനോ ആസിഡ് ഒരു പ്രോട്ടീനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് ഒരുപാട് വൈറ്റമിൻ മിനറൽസിന്റെ സഹായം വേണം. ഈ കൺവേർട്ട് ചെയ്ത പ്രോട്ടീന് പിന്നെ ഹോർമോൺ ആവാൻ തന്നെ നമുക്ക് ഒരുപാട് വൈറ്റമിൻ മിനറൽസിന്റെ സഹായം വേണം. അപ്പൊ നിങ്ങൾ കഴിക്കുന്ന ഈ പ്രോട്ടീൻ പൗഡറിൽ ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള വൈറ്റമിൻ മിനറൽസ് ഉണ്ടോ നോക്കുക. പിന്നെ അതും മാത്രമല്ല, നിങ്ങൾ ഒരു പ്രോട്ടീൻ പൗഡർ എടുത്ത് നോക്കിയാലേ അതിന്റെ ലേബലിൽ വാണിംഗ് എന്നുണ്ടാവും. അഥവാ കുട്ടികൾ ഉപയോഗിക്കാൻ പാടില്ല, പ്രഗ്നന്റ് ഉപയോഗിക്കാൻ പാടില്ല, ഡോക്ടർ അളവ് പ്രകാരം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിനർത്ഥം തന്നെ ഇതിൽ എന്തൊക്കെ ടോക്സിക് ആയ വസ്തുക്കളുണ്ട് എന്നതാണ്. ഇതൊന്നും നമ്മുടെ ശരീരത്തിന് പറ്റൂല എന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഡോക്ടർമാർ കൊടുക്കുന്നില്ല എന്നുള്ളത്. അതിനു മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1886 ജോൺ ബെമ്പർട്ടൺ എന്ന ഫാർമസിസ്റ്റ് ആദ്യമായിട്ട് കൊക്കോകോല കണ്ടെത്തിയത്. ഈ കൊക്കോകോല കണ്ടെത്തിയപ്പോൾ പറയപ്പെട്ടത് ബ്രെയിൻ ടോണിക്, അതുപോലെ തന്നെ നെർവ് ടോണിക്, നമ്മുടെ ബ്രെയിനും നെർവിനൊക്കെ എനർജി തരുന്ന ഒരു മെഡിസിൻ ആയിട്ടാണ്. സാധാരണ ഇത് എല്ലാ ഡോക്ടേഴ്സും ക്ഷീണം വരുമ്പോൾ എഴുതി കൊടുക്കാറുണ്ട്. അതുമാത്രമല്ല, ഇത് സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ മറ്റുള്ള കടകളിലോ കിട്ടില്ല. ഇത് ഫാർമസിയിൽ മാത്രമാണ് കിട്ടുക. അങ്ങനെ ഇത് ഒരുപാട് വർഷം, അതായത് 120 വർഷം പോലും ജനങ്ങൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അഥവാ എനർജി സിസ്റ്റത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ക്ഷീണം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ നെർവ് ഫംഗ്ഷനോ കുറയുന്ന സമയത്ത് ഈ കൊക്കോകോല മെഡിസിനായിട്ട് ഉപയോഗിക്കും. 120 വർഷം കഴിഞ്ഞതിന് ശേഷം, അഥവാ 2007 ഇത് ആദ്യമായിട്ട് കൊക്കോകോല, അത് കൂൾ ഡ്രിങ്ക്സുകളൊക്കെ നമുക്ക് മെറ്റബോളിക്കൽ പ്രശ്നം, ഡയബറ്റിക് പ്രശ്നമൊക്കെ ഉണ്ടാക്കും എന്ന് കണ്ടെത്തിയത്. അഥവാ 120 വർഷം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ 1886 ശേഷം ഒരു 20 വർഷം കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചൊരു വ്യക്തി, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരു വ്യക്തി പറയാണ്, ഈ കൊക്കോകോല കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റബോളിക്കൽ പ്രശ്നവും ഡയബറ്റിക്കും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, അത് കേട്ട് ആ കാലഘട്ടത്തിലുള്ള ആളുകൾ ചോദിക്കുക, ഇതിനെക്കുറിച്ച് വല്ല സ്റ്റഡി ഉണ്ടോ, ഡോക്ടേഴ്സ് കൊടുക്കുന്നില്ലേ എന്നതിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ മറുപടി കൊടുക്കാൻ 120 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾ വെറും ഈ സയന്റിസ്റ്റ് പറഞ്ഞത് അതാണ്, അതുപോലെ തന്നെ ഡോക്ടേഴ്സ് കൊടുക്കുന്നുണ്ട്, അപ്പൊ അത് ശരിയാണെന്നല്ല. നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുക. ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ പല ആൾക്കാരും പറയും, ഈ ബ്രാൻഡ് സപ്ലിമെന്റ് വാങ്ങി കഴിഞ്ഞാൽ നല്ലതല്ലേ, അപ്പൊ അതിൽ കേട് കുറവല്ലെന്ന്. ഏത് ബ്രാൻഡ് വാങ്ങിയാലും അതിൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട്, പല ടോക്സിക് ആയ വസ്തുക്കൾ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ലാസ്റ്റിംഗ് വേണം. ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കാൻ തോന്നുന്ന ഒരു വ്യക്തിക്ക് അതിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് കിട്ടണം. അപ്പം ഇതൊക്കെ ഇവരുടെ ബിസിനസിന്റെ ട്രിക്കാണ്. അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ബിസിനസ് മുന്നോട്ട് പോവുള്ളൂ. അല്ലാതെ നിങ്ങൾ നന്നാക്കിയിട്ടൊന്നും ഇവർക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. പിന്നെ ഈ സയന്റിസ്റ്റുള്ള കാര്യം, ഓരോ വർഷം ഓരോ സയന്റിസ്റ്റുകൾ ഇങ്ങനെ PhD എടുത്ത് വരികയാണ്. അപ്പൊ അവർക്ക് അവരുടേതായ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവരണം. അതുമാത്രമല്ല, ഓരോ സയന്റിസ്റ്റിലും ചില കമ്പനികൾ ഓൺ ബ്രാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് അംബാസിഡർ ഉണ്ട്, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ഉണ്ട്. അപ്പൊ ഇവർ ഇതിനെ പ്രൊമോട്ട് ചെയ്തിട്ടാണ് പഠനങ്ങൾ കൊണ്ടുവരുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ആ രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സപ്ലിമെന്റ് എടുത്തോ, അത് നിങ്ങളുടെ ഓപ്ഷന്. പക്ഷെ ഈ സപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹാർംഫുൾ ആയ ടോക്സിക് ആയ വസ്തുക്കൾ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നുണ്ട്. ഭാവിയിലേക്ക് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്.